ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലൊരു ഗ്ലോവും കൊടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് നമ്മുടെ ടാനൊക്കെ അടിച്ചിരിക്കുന്ന ഫേസും സ്കിന്നൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റി നല്ലൊരു ഗ്ലോയിങ് ഒക്കെ ഉണ്ടാക്കാനും നന്നായിട്ട് വെളുത്ത് വരാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ളൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നമുക്കൊക്കെ വീട്ടിൽ കിട്ടുന്ന ഒരു സാധനം വെച്ചിട്ട് ചെയ്യുന്ന ഫേസ് പാക്ക് ആണ്. എല്ലാവരും യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് വർക്ക് ആവുന്ന ഒരു ഫേസ് പാക്ക് ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. മുഖത്തെ ആ ഒരു കരുവായ്പൊക്കെ മാറിയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിൻ കിട്ടാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും. ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുന്നതിന് മുമ്പാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് നോർമൽ ഫേസിലാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ വീക്കിലി രണ്ട് തവണ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിലെ കരുവായ്പൊന്നും വരാതെ നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ മുഖത്ത് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമുക്ക് പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യേണ്ട തൊട്ടടുത്തുള്ള ബെല്ലേക്കുള്ള ഓൺ ഓപ്ഷൻ കൂടി എന്നെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇങ്ങനെ വീഡിയോസ് നിങ്ങൾ എപ്പോഴും നമ്മുടെ ടിപ്സ് ആണല്ലോ നിങ്ങൾ ഇടുന്നത്. അപ്പൊ ഇങ്ങനത്തെ ടിപ്സ് കൂടുതൽ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ അത് ഓൺ ആണോന്ന് ചെക്ക് ചെയ്ത് നോക്കണേ, അതായത് സബ്സ്ക്രൈബ് ചെയ്യണേ. വേറെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. ഒന്നാമതായിട്ടുള്ളത് നമ്മുടെ വീട്ടിലേക്കുള്ള പഴുത്ത പപ്പായ, പിളങ്ങ, അറുമൂസ, അങ്ങനെ പല പല പേരിൽ അറിയപ്പെടുക. അപ്പൊ നിങ്ങളുടെ ഒരു കാര്യം മനസ്സിലായല്ലോ, പപ്പായ. അപ്പൊ പപ്പായ നല്ല പഴുത്ത പപ്പായ നോക്കിയെടുക്കുക. അതിന്റെ ഉള്ളിൽ അതിന്റെ കുരുക്കളെല്ലാം കളഞ്ഞതിന് ശേഷം അതിന്റെ ആ പഴുത്ത് മാത്രം എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇടുക. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 2 ടേബിൾ സ്പൂൺ തേനാണ് കേട്ടോ. അപ്പൊ ഈ പപ്പായ നമ്മൾ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റിയിലുള്ള ഈ പപ്പായ നന്നായിട്ടൊന്ന് ഒരു പേസ്റ്റ് ടെക്സ്ചർ ആവാൻ പാത്രങ്ങളിൽ തേൻ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മുഖത്തേക്ക് ആവശ്യമില്ല, അല്ലെ നിങ്ങളുടെ സ്കിന്നിലോട്ട് നിങ്ങൾ എവിടെയാണ് ഇടാൻ ആഗ്രഹിക്കുന്നത് നന്നായിട്ട് ടാൻ മാറി നല്ല പെട്ടെന്ന് തന്നെ ഗ്ലോ ആവുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് നെക്കിലൊക്കെ നിങ്ങൾക്ക് ഇടാൻ ആഗ്രഹമുണ്ട്, കൈകളിലൊക്കെ ഇടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ സാധനം എടുക്കുക. അതിനുശേഷം തേനും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതൊരു 30 to 40 മിനിറ്റ് വരെ മുഖത്ത് ഇരുന്നോട്ടെ. അതിന് മുമ്പിൽ വാഷ് ചെയ്ത് കളയണ്ട, ഇത് നന്നായിട്ട് ഡ്രൈ ആയി നന്നായിട്ട് ഇരുന്നോട്ടെ. അപ്പൊ ഈ തേനും പപ്പായും കൂടി നമ്മുടെ സ്കിൻ ഗ്ലോയിങ്ങിന് നന്നായിട്ട് വർക്കാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യാം. 30 to 40 മിനിറ്റ് മുഖത്ത് ഇരുന്നോട്ടെ. ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് ഈ സമയം കഴിയുമ്പോഴേക്കും ചെറു ചൂടുവെള്ളത്തിൽ ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പൊ അത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഗ്ലോയിങ് തോന്നും. നിങ്ങൾക്കൊരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഡെയിലി നിങ്ങളെ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്കിൻ ഗ്ലോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അടിപൊളി ടിപ്പാണ്. നമുക്ക് ഒത്തിരി ഒന്നും രാഷ്ട്രീയൊന്നുമില്ല, വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളുള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നത്തെ ഈ ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദം തോന്നുകയാണെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൊടുക്കാനും എല്ലാവരും ചെയ്യുകയും പറയാം. ഒരു സൈഡ് എഫക്ട്സും ഇല്ല, എല്ലാവർക്കും മാച്ച് ആവുന്നത്. അങ്ങനെ പപ്പായക്കും അഴുക്കൊന്നും വേറെ ഒരു രീതിയിലുള്ള സൈഡ് എഫക്ട്സും നമുക്ക് ഇല്ല. എല്ലാവരുടെ സ്കിന്നിനും ഏത് സ്കിന്നും ഡ്രൈ സ്കിന്നും നോർമൽ സ്കിന്നിനും ഓയിൽ സ്കിന്നിനും ഒക്കെ മാച്ച് ആവുന്ന ഒരു പാറ്റേൺ കേട്ടോ. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് കമന്റ് ആയിട്ട് അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.